മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുംഭമേളയിലെത്തി ഗംഗാസ്നാനം നടത്തിയാൽ പട്ടിണി മാറുമോ, തൊഴിൽ ലഭിക്കുമോ എന്നായിരുന്നു ഖാർഗെയുടെ പരാമർശം. കോൺഗ്രസ് മുസ്ലിം ലീഗായി മാറിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ തിരിച്ചടിച്ചു. സനാതനധർമ്മത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് വിമർശിച്ച BJP ദേശീയ വക്താവ് സാംബിത് പത്രയും രംഗത്തെത്തി. गंगा में डुबकी लेने से गरीबी दूर होती क्या? आपको खाना मिलता पेट को? मैं किसी की आस्था के ऊपर ठोस नहीं लगाना चाहता हूं. अगर किसी को दुख हुआ तो मैं माफी चाहता हूं, लेकिन आप बताइए, अरे जब बच्चा भूखा मर रहा है, बच्चा स्कूल में नहीं जा रहा है, मजदूरों को मजदूरी नहीं मिल रही है, जब ये है तो ये लोग जाकर हजारों रुपए खर्च करके कंपटीशन पे डुबकियां मार रहे. कंपटीशन में एक डुबकी मारता दूसरा, और जब तक वो टीवी में अच्छा नहीं आता तब तक डुबकी मारते रहते. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ലോകത്തിന് മുന്നിൽ ഭാരതം യശസ് ഉയർത്തി നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ ഒരു പരാമർശം വരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം ഇല്ലാതാകുമോ, ഭക്ഷണം ലഭിക്കുമോ എന്നായിരുന്നു മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുള്ള മല്ലികാർജുന ഖാർഗെയുടെ പരാമർശം. കുട്ടികൾ പട്ടിണിയിൽ മരിക്കുന്നു, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല, കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്താൽ ഇതിനൊക്കെ പരിഹാരമാകുമോ എന്നും ഖാർഗെ ചോദിച്ചു. BJP നേതാക്കൾ ഗംഗയിൽ മുങ്ങാൻ മത്സരിക്കുന്നു, ഇത്തരക്കാരിൽ നിന്നും രാജ്യത്തിനൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും മധ്യപ്രദേശിലെ മോവിൽ നടന്ന ഒരു റാലിയിൽ സംസാരിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചിരുന്നു. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച മല്ലികാർജുന ഖാർഗെക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെ അധിക്ഷേപിക്കാൻ ഖാർഗെക്ക് ധൈര്യമുണ്ടാകുമോ എന്ന് BJPയുടെ ദേശീയ വക്താവ് സംബിത് പത്ര ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, രാഹുൽ എഴുതി നൽകുന്ന സ്ക്രിപ്റ്റ് പ്രകാരമാണ് ഖാർഗെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുക, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗായി മാറിയെന്ന് BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യയും തുറന്നടിക്കുകയുണ്ടായി. രൂക്ഷമായ വിമർശനം ഇങ്ങനെ പല കോണുകളിൽ നിന്നും മല്ലികാർജുന ഖാർഗെയുടെ പരാമർശത്തിനെതിരെ ഉണ്ടാകുന്നു. ലോകമെമ്പാടും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ആചാരം, 144 വർഷങ്ങൾക്ക് ശേഷം ഭാരതം ആചരിക്കുന്ന മഹാകുംഭമേളയെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം നടത്തിയ കോടിക്കണക്കിന് ഭക്തരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഇനി ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് വിശ്വാസി സമൂഹങ്ങളുടെയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ ആചാരപരമായി, വലിയ ആഘോഷമായി ഭാരതം ലോക രാജ്യങ്ങൾ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന, അല്ലെങ്കിൽ ഭാരതം ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന മഹാകുംഭമേള ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം മല്ലികാർജുനയുടെ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിഷ്ണു. നന്ദഗോപൻ, നമുക്കറിയാം മഹാകുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും എത്തിച്ചേർന്നൊരു കാര്യമാണ്. ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം ലോകമെമ്പാടും ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുംഭമേളയെ അധിക്ഷേപിക്കുന്ന ഈ ഒരു വാക്കുകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോലും നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഒരു രീതിയാണ് രാഹുലിനുള്ളത്. ഒരുപക്ഷെ അതിനൊക്കെ പിന്നാലെ തന്നെ ഇവിടെ രാജ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാമെന്നുള്ള ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗം തന്നെയല്ലേ ഇപ്പോൾ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഈ മല്ലികാർജുന ഖാർഗെയുടെ പരാമർശത്തോട്, അല്ലെങ്കിൽ പരാമർശത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് കേവലം ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ പരിശ്രമങ്ങളുടെ ഫലം മാത്രമാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് മുൻപും ഇത്തരത്തിൽ സനാതനധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസത്തെയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുവാനും അപഹാസ്യപ്പെടുത്താനും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം, കേരളത്തിലടക്കം നമുക്കറിയാം മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു.
രാജ്യത്ത് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസിന്റെ മൂല്യച്യുതി ഉണ്ടായിട്ട് ഇപ്പോൾ അത് മുസ്ലിം ലീഗ് പൂർണ്ണമായും കോൺഗ്രസിനെ മൊത്തത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ രാഷ്ട്രീയ നിരീക്ഷകരും BJPയും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ അതേ ഭാഷ്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്നാണ് BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവ്യ ചൂണ്ടിക്കാണിച്ചത്. ഹൈന്ദവ സമൂഹത്തോടും സനാതന ധർമ്മത്തോടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രമാത്രം വൈര്യമുണ്ടാകാൻ കാരണമെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നും BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. പ്രധാനമായും അതേസമയം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്ര പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും അദ്ദേഹത്തിന്റെ കുടുംബവും സ്നാനം നടത്തിയിരുന്നു. നേരത്തെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള പല മുതിർന്ന നേതാക്കളും ഈ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നടത്താറുണ്ട്. ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ ഇതെല്ലാം അത് രാഷ്ട്രീയമായി മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ പകയോടുകൂടി നോക്കിക്കാണുന്ന രീതിയാണ് കോൺഗ്രസ് അപലപിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്. ശരി, S നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.